ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യ എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് നമുക്ക് കടല മിഠായി അഥവാ കപ്പലണ്ടി മിഠായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാനൊരു കപ്പലണ്ടി വറുത്ത് തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് രണ്ടായി പിളർത്തി വെച്ചിട്ടുണ്ട്. ഒരു കപ്പിന് 3/4 കപ്പ് ശർക്കര ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പാന് ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ട് ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. ഇനി അടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 3-4 ടീസ്പൂൺ വെള്ളം. ഞാനിവിടെ 1 2 3 4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ടിത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലായിട്ടാക്കി വെക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബിങ് കൂടെ ചെയ്യണേ. പിന്നീട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ കിട്ടുന്നതാണ്. ഇത് നന്നായി മിക്സ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് കരിഞ്ഞു പോവും. പെട്ടെന്ന് കരിയാൻ പാടില്ല. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിത് ഇവിടുന്ന് ആ സമയം കൊണ്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിലോട്ട് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇല്ല എങ്കിൽ ഓയിലായാലും മതി. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നന്നായി സ്പ്രെഡ് ചെയ്യാം. നമുക്കിത് ശർക്കര റെഡിയാവുന്ന ആ സമയം കൊണ്ട് നമ്മളിത് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ചൂടോടുകൂടി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പറ്റില്ല. എന്നിട്ടൊരു ചപ്പാത്തി റോളും എടുത്തിട്ടുണ്ട്. അതിലും ഒന്ന് ചെറുതായി സ്പ്രെഡ് ചെയ്യാം. നമ്മുടെ ശർക്കര പാനീയ റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒന്ന് നോക്കണം. ഇത് ഞാൻ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. അതിലോട്ട് 1-2 തുള്ളി ഉറ്റിച്ചു കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കപ്പലണ്ടി ഇതിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. എല്ലാ സ്ഥലത്തും ഒരുപോലെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യാം. പെട്ടെന്ന് സ്പീഡിൽ ചെയ്യണം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റിലോട്ട് മാറ്റണം. ചൂടാറുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളത് ഉറച്ചു പോവും. നമുക്കത് ആ ഷേപ്പും ഒന്നും കിട്ടില്ല. എന്നിട്ട് നമ്മൾ ചപ്പാത്തി റോള് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുക.
ആ ഷേപ്പ് ഒന്ന് ലെവലായി വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെയായി. വളരെ നീറ്റായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് കിട്ടും. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് ഇത് ഉള്ളത്. ഒരു തവണയെങ്കിലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു കട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. നല്ല ചൂടോടുകൂടി ചെയ്യണം. ചൂട് തണിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു 5 മിനിറ്റ് തണിയാനായിട്ട് വെക്കാം. ഓക്കെ, അപ്പം ഇത് തണിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മെല്ലെ എടുത്തു നോക്കാം. ഇതാ കട്ട് ചെയ്ത് കിട്ടുമെന്ന് നോക്കിയേ. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അതേ ലെവലിൽ തന്നെ നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. വളരെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണ്. നമ്മളാരും ഷോപ്പിൽ പോയി വാങ്ങിക്കണ്ട. വീട്ടിൽ തന്നെ ഒരു തവണയെങ്കിലും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കി വെക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.